സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ഞാൻ എനിക്ക് എൻ്റെ. എഴുതിയത് സലീം ഷെരീഫ്. ഞാൻ എനിക്ക് എൻ്റെ കഥയിലേക്ക് വന്നുചേരുന്ന 3 റോഡുകൾ കൂടിച്ചേർന്ന ഒരിടത്തരം കവലയാണ് എരുമാട്. വടക്കുതെക്കായി ഊട്ടി സുൽത്താൻ ബത്തേരി റോഡ് പശ്ചിമഘട്ടത്തിൻ്റെ മകുടത്തിൽ ചാർത്തിയ നാട പോലെ നീണ്ടുകിടക്കുന്നു. കിഴക്കോട്ട് വീതി കുറഞ്ഞ സ്കൂൾ ജംഗ്ഷൻ റോഡാണ്. ആ റോഡ് നീണ്ട് ഇരട്ട മലകളുടെ അടിവാരത്തിലേക്ക് വളഞ്ഞു പൊളഞ്ഞു പോകുന്നു. ചില പ്രകൃതി ചിത്രങ്ങളിൽ കാണുന്നത് പോലെ 2 കൊക്കുകളെയോ ഒരു ചുവന്ന സൂര്യനെയോ വേണമെങ്കിൽ നമുക്കവിടെ കാണാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ആ പ്രദേശത്തിനില്ല. പടിഞ്ഞാറ് കാപ്പിക്കാടുകളും തേയിലത്തോട്ടങ്ങളും താണ്ടി ചുരമിറങ്ങിയാൽ കടലാണ്. കടൽ നീണ്ട് മറ്റു വൻകരകളെ ഈമ്പി നിൽക്കുന്നു. സവിശേഷമായ ഈ നാട്ടിൽ അതിസമർത്ഥനും ലോകപ്രശസ്തനുമായ ഒരു സാമൂഹിക ശാസ്ത്രജ്ഞൻ ജീവിച്ചിരിപ്പുണ്ട്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ ഇപ്പോൾ സാധിക്കുകയില്ല. അന്നാട്ടിലെ ജിമ്മിൽ വച്ച് ട്രെഡ്മില്ലിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ മനോവൈക്ലഭ്യത്തെക്കുറിച്ചാണ് ഈ കഥ. ഒരിക്കലും പരിഹരിക്കാൻ സാധ്യതയില്ലാത്ത ആ പ്രശ്നം അളവിൽ കൂടുതൽ ബുദ്ധിയും ശരീരഭാരവുമുള്ള അയാളെ വലിയ വിഷമങ്ങളിലേക്ക് തള്ളിവിടുമെന്നത് തീർച്ച. സർ, നടത്തം നിർത്താൻ സാധിക്കില്ല. ആ 54-കാരൻ്റെ അമിതഭാരത്തെ കണ്ണുകൊണ്ട് തൂക്കി നോക്കി ഡോക്ടർ പറഞ്ഞു. ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി ട്രെഡ്മില്ലിലൂടെ നടക്കണം സർ. കൊളസ്ട്രോളും ബിപിയും വാണം വിട്ടതുപോലെയാണ്. സാമൂഹിക ശാസ്ത്രത്തിലെ ബിരുദാനന്തര ബിരുദത്തിനു ശേഷം നീണ്ട കാലമായുള്ള ഗവേഷണങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചിരുന്നില്ല. അതിനേക്കാൾ വലുതെന്തോ ആണ് തൻ്റെ ലക്ഷ്യമെന്ന് വളരെ ചെറുപ്പം മുതലേ അദ്ദേഹം മനസ്സിലാക്കി വച്ചിരുന്നു. മരിക്കുന്നതിനു മുൻപ് നിരാകരിക്കാൻ കഴിയാത്ത ചില കണ്ടുപിടുത്തങ്ങൾ നടത്തി പ്രബലനാവുക എന്നതായിരുന്നു അയാളുടെ ഏക ലക്ഷ്യം. അതിനായി കഥകൾ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളിൽ അയാൾ ആദ്യകാലത്ത് ഏർപ്പെട്ടു. ഒരു കഥയുടെ കണ്ടുപിടുത്തം ഒരു വലിയ ശാസ്ത്ര കണ്ടുപിടുത്തത്തേക്കാൾ വലുതാണെന്ന് വളരെ ചെറുപ്പകാലത്ത് തന്നെ അയാൾ മനസ്സിലാക്കി വച്ചിരുന്നു. അല്ലെങ്കിൽ ഒരു ശാസ്ത്ര കണ്ടുപിടുത്തം മറ്റൊരു കഥയല്ലാതെ വേറെന്താണെന്നും അയാൾ ഇടയ്ക്കിടെ ഓർത്തു. രാജാവ്, റാണി, ആൺപക്ഷി, പെൺപക്ഷി, മരം വെട്ടുകാരൻ, പ്രകൃതി ദേവത, കാമുകി, കാമുകൻ തുടങ്ങി അനേകായിരം ദ്വന്ദ്ങ്ങളിലായിരുന്നു ആദ്യം അയാൾ കഥകൾ മെനയാൻ ശ്രമിച്ചിരുന്നത്. കാലം പോകെ ബിരുദത്തിനു ചേർന്ന ശേഷം അയാളുടെ ഉദ്ദേശ്യം വഴിപിഴച്ചു. ലക്ഷ്യം വഴിപിഴയ്ക്കാത്ത മനുഷ്യരില്ലല്ലോ. ഇനി വേണ്ടത് മനുഷ്യരാശിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കണ്ടുപിടുത്തം മാത്രം മതിയെന്ന് ഇക്കാലയളവിൽ എപ്പോഴോ അയാൾ തീരുമാനിക്കുകയായിരുന്നു. പാവം, പഠിപ്പ് കൂടി വട്ടായതാണ്. ഗവേഷണങ്ങൾക്ക് വേണ്ടി കുറിപ്പടി തയ്യാറാക്കുന്ന അയാളെ കണ്ട് പലരും അക്കാലത്ത് സഹതപിച്ചു. തൻ്റെ ദ്വന്ദ്വസാര കഥകളിൽ നിന്ന് പിൻവലിഞ്ഞ ഗവേഷണ വിദ്യാർത്ഥി അപ്പോഴേക്കും ആൾക്കൂട്ടത്തിൽ എവിടെയോ തനിക്ക് വേണ്ട കണ്ടുപിടുത്തം ഒളിച്ചിരിപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. മനുഷ്യകുലത്തിൻ്റെ സിമെട്രി കണ്ടെത്തുകയായിരുന്നു അയാളുടെ ഏക ലക്ഷ്യം. മനുഷ്യരെല്ലാവരും മറ്റേതോ ജീവിതത്തെ അനുകരിക്കുകയാണെന്ന ഉൾത്തോന്നലിൽ നിന്നായിരുന്നു ഇതിൻ്റെ എല്ലാം തുടക്കം. മാതൃകയല്ലാതെ അനുകരണം സാധ്യമല്ലല്ലോ. മാത്രവുമല്ല, നെടുകെ പിളർന്നാൽ പോലും മറുപാതിയുടെ പ്രതിബിംബം പോലെ കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിന് ഒരു അവയവ പൊരുത്തമുണ്ടെന്നും അതിനാൽ മനുഷ്യകുലത്തിൻ്റെ മൊത്ത വ്യവഹാരത്തിനും അത്തരമൊരു സമ്മിതി സാധ്യമാണെന്നും അയാൾ കരുതി. നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ആ മാതൃക കണ്ടെത്തുന്നതോടെ ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും തൻ്റെ ലക്ഷ്യം നിറവേറുമെന്നും അയാൾ ഉറച്ചു വിശ്വസിച്ചു. ജീവിച്ചിരിക്കുന്നതോ അല്ലാത്തതോ ആയ ആ അദൃശ്യ മാതൃക വെളിച്ചത്തിലേക്കെത്തിക്കാൻ അയാൾ തൻ്റെ ബിരുദങ്ങൾക്കു ശേഷം ഇറങ്ങി പുറപ്പെട്ടു. നഗരമധ്യങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അമ്പലങ്ങൾ, പള്ളികൾ തുടങ്ങി ആൾക്കൂട്ടം വന്നെത്തുന്ന സകല സ്ഥലങ്ങളിലും കുശാഗ്ര ബുദ്ധിയോടെ ഇതിനായി അയാൾ കുറിപ്പടി തയ്യാറാക്കിക്കൊണ്ടിരുന്നു. സ്ക്രീനിൽ ഓടുന്ന ചലച്ചിത്രത്തെ കാണുന്നതുപോലെയായിരുന്നു ആൾക്കൂട്ടത്തിൻ്റെ മുന്നിലുള്ള അയാളുടെ നിൽപ്പ്. തൻ്റെ മുന്നിലുള്ള പല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് പല പ്രായത്തിലുള്ള മനുഷ്യർ വ്യത്യസ്തമായ ഉദ്ദേശ്യത്തോടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അയാൾ കൗതുകത്തോടെ നോക്കി. ഒരിക്കൽ പോലും ഒരാളുടെയും പേരുവിവരങ്ങൾ അയാൾ തിരക്കിയില്ല. എന്തിനെയോ അനുകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം എന്ന് മാത്രമായിരുന്നു അയാളുടെ ഊഹം. വേണമെങ്കിൽ ഇവരെല്ലാം കഴിഞ്ഞ കാലത്തെ ആവർത്തിക്കുന്നു എന്ന് പറയാമെങ്കിലും അക്കാലത്തെയും ഉൾക്കൊള്ളുന്ന ആകൃതി ലോകത്തിനില്ലേ?
അതിനൊരു രൂപമില്ലേ എന്നതായിരുന്നു അയാളുടെ ചിന്ത. തലമുറകളോളം കൈമാറിപ്പോരുന്ന ശാസനകളെ പിൻപറ്റി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യക്കൂട്ടം അബോധമായി അനുകരിക്കുന്ന മാതൃക എന്താവുമെന്നാലോചിച്ച് വർഷങ്ങളോളം അയാൾ വിഷമിച്ചു. ഇതിനിടയ്ക്ക് വായുവിൽ കൈകൾ ഉയർത്തിയും കുറിപ്പടി തയ്യാറാക്കുന്ന പുസ്തകത്തിലേക്ക് ഇടയ്ക്കിടെ താഴ്ത്തിയും വളരെ വിചിത്രമായ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചും അലങ്കോലമായി നിൽക്കുന്ന ആ യുവാവിനെ ചിലരെങ്കിലും ശ്രദ്ധിക്കാതിരുന്നില്ല. നിത്യേന കാണുന്ന ഇയാൾ ഒരു സർക്കാർ ഏജന്റാണെന്നു തന്നെ ഭയത്തോടെ കരുതി. മറ്റു ചിലരാകട്ടെ അയാളുടെ അംഗവിക്ഷേപങ്ങളിൽ ചലിക്കുന്ന പാവകളാണ് തങ്ങളെന്ന് കരുതി കൈകൂപ്പി അല്പനേരം ഭക്തിയോടെ നിന്നു. കൗശലക്കാരായ മറ്റു ചിലർ ഇതിനോടകം നിലവിലില്ലാത്ത ഭാഷ പോലെ കാണപ്പെടുന്ന അയാളുടെ കുറിപ്പടികൾ കണ്ട് അയാൾക്ക് വട്ടാണെന്ന് തന്നെ അനുമാനിച്ചു. അവസാനം അയാൾ ലക്ഷ്യത്തിന്റെ ഏറ്റവും അടുത്തേക്ക് എത്തിയതുപോലെയായി. ഒരു മഹാവൃക്ഷത്തിന്റെ മാതൃകയിലാണ് സമൂഹത്തിന്റെ ചലനമെന്ന് അയാൾ ഒരുവിധം കണ്ടെത്തി. കൂട്ടിയും പെരുക്കിയും താരതമ്യപ്പെടുത്തുമ്പോഴും അയാളുടെ കണ്ടെത്തൽ സത്യമാണെന്ന് തന്നെ അയാൾക്ക് തോന്നി. ഒരു വിത്തിന്റെ 2 പാളിയിൽ നിന്നുത്ഭവിച്ച് മഹാമേരുവായി വളരുന്ന വൃക്ഷത്തിന്റെ മാതൃക സമൂഹത്തിനുണ്ടെന്ന് അപ്പോഴത്തേക്കെങ്കിലും അയാൾ ഉറപ്പിച്ചു. ചില്ലകളും ഇലകളും കവരകളും വേരുകളും ഒരു സമൂഹത്തിന്റെ മാതൃകയുമായി അയാൾ താരതമ്യപ്പെടുത്തി. ഒരാൾ ഇലകളിൽ നിന്ന് ചില്ലകളിലേക്കെന്ന പോലെ വീട്ടിൽ നിന്നും ഇടവഴിയിലേക്കിറങ്ങുന്നു. ഇടവഴിയിൽ നിന്ന് നടപ്പാതയിലേക്കെന്ന പോലെ ചില്ലകളിൽ നിന്ന് കവരകൾ തുടങ്ങുന്നു. കവരകളിൽ നിന്നും തടിയിലേക്കെന്ന പോലെ ആൾക്കൂട്ടം പല ഭാഗങ്ങളിൽ നിന്നായി ഒരുമിച്ച് ഒരിടത്തേക്ക് വന്നെത്തുന്നു. അവരുടെ ആശയപ്രപഞ്ചം വേരുകൾ എന്ന പോലെ അന്തർലീനമായി പല രീതിയിൽ രഹസ്യമായി വളരുന്നു. ഒരു വൃക്ഷത്തിന്റെ സ്വയം പര്യാപ്തത പോലെ ഒരു സമൂഹം സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി നിരന്തരം മരത്തെ അനുകരിക്കുന്നു. ആ മരത്തിലേക്ക് പറന്നെത്തുന്ന ഒരു കുരുവി പോലെ സൗന്ദര്യം സമൂഹത്തെ ആനന്ദിപ്പിക്കുന്നു. വേണമെങ്കിൽ ഈ കണ്ടെത്തലോടെ അയാൾക്ക് ഗവേഷണം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ഇത് വെറുമൊരു കവിയുടെ ഉപമ പോലെയാണ് അയാൾക്ക് തോന്നിയത്. മാത്രവുമല്ല, ഒരു നദിയുടെ ഉത്ഭവത്തിലും അത്തരം കണ്ടെത്തലുകൾ സാധ്യമാണെന്ന് അയാൾ കരുതി. ഒരു ഉറവയിൽ നിന്നും ഉത്ഭവിച്ച് ചെറുചാലുകളും തോടുകളുമായി മാറി അരുവികളിൽ നിന്നും നദിയിലേക്കും അവിടെ നിന്നും കടലിലേക്കും എത്തുന്ന ജലവ്യാപനം വെറുതെ വരച്ചു നോക്കിയാൽ പോലും പല വൃക്ഷങ്ങൾ കടലിനെ തൊട്ടു നിൽക്കും പോലെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും. മാത്രവുമല്ല, ഇതേ മാതൃക മനുഷ്യന്റെ നാഡീവ്യൂഹത്തിലുമുണ്ട്. ചെറുവിരലിൽ നിന്ന് തുടങ്ങുന്ന മെല്ലിച്ച ഞരമ്പുകൾ വണ്ണമുള്ളവയിലേക്ക് പടർന്ന് അവ തലച്ചോറ് വരെ എത്തുന്നത് മാത്രം തിരിച്ചു നോക്കിയാൽ ഒരു വിത്തിൽ നിന്നും മുളച്ചു പൊന്തിയ കുറ്റിച്ചെടിയായേ തോന്നൂ. നടുക്ക് ആപ്പിളുള്ള ഒരു മരത്തെ കണ്ടാൽ ഏണി വച്ച് കയറി ഹൃദയം പറിച്ചു തിന്നാൻ തോന്നും. ഇത്തരം കണ്ടെത്തലുകളിൽ ഒന്നും തൃപ്തി തോന്നാതെ നിരാശനായി മഹത്തായ മറ്റൊരു മാതൃകയ്ക്ക് വേണ്ടി വർഷങ്ങളോളം അയാൾ ഗവേഷണം തുടർന്നു. കാലം പോകെ മനുഷ്യകുലത്തോട് മുഴുവനായും അയാൾക്ക് സ്നേഹം തോന്നി തുടങ്ങി. കണ്ട് കണ്ട് അമ്മയ്ക്കും കുഞ്ഞിനുമിടയിൽ സ്നേഹമുണ്ടാകുന്നത് പോലെയായിരുന്നു അത്. നിരന്തരം മനുഷ്യരെ കണ്ടുകണ്ട് എല്ലാ മനുഷ്യരും അലിവുള്ളവരാണെന്ന് തലച്ചോറിനുള്ളിലെ വെളിച്ചം അയാൾക്ക് തോന്നിച്ചു തുടങ്ങി. ഒരിക്കൽ വഴിമുറിച്ചു കടക്കുന്ന അമ്മയും കുഞ്ഞും അയാൾക്ക് മുമ്പിൽ അപകടത്തിൽപ്പെട്ടു. ആൾക്കൂട്ടത്തിൽ നിന്ന് ചിലരെങ്കിലും ഓടിവന്ന് അവരെ ആശുപത്രിയിലാക്കാൻ അലിവ് കാണിച്ചു. ഒന്നു നോക്കി തിരിഞ്ഞു നടന്ന മറ്റുള്ളവർ അതിനേക്കാൾ അലിവ് കാണിക്കേണ്ട മറ്റൊരിടത്തേക്കാണ് ധൃതിയിൽ പോകുന്നതെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. ഒടുക്കം കണ്ണടച്ചാൽ പോലും മുന്നിലൂടെ നടക്കുന്ന ആൾക്കൂട്ടത്തെ അയാൾക്ക് കാണാമെന്ന സ്ഥിതിയായി. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, അവരുടെ വേഗത്തിന്റെ ഉദ്ദേശ്യം, അവർ വീട്ടിൽ ഉപേക്ഷിച്ചു പോന്ന ദുഃഖങ്ങൾ, അവരുടെ ചിന്ത എല്ലാം അയാൾക്ക് കണ്ണാടിയിലെന്ന പോലെ ഇരുട്ടിലും തെളിഞ്ഞു വന്നു. ലോകത്ത് വേറെ ആരും ഇത്രയധികം കാലം ആളുകളെ സൂക്ഷ്മമായി നോക്കി നിന്നിരുന്നില്ല. ഒരുതരം നീണ്ട തപസ്സിനു ശേഷം വെളിപ്പെട്ട അത്ഭുതം പോലെ സാധാരണമായിരുന്നു അത്. ഉദ്ദേശിച്ച മാതൃകയൊന്നും കണ്ടെത്തിയില്ലെങ്കിലും ഇത്രകാലത്തെ യത്നത്തിന് ലഭിച്ച പ്രതിഫലം പോലെ അയാൾക്കത് തോന്നി. ഒരിക്കൽ തനിക്ക് കൈവന്ന ജ്ഞാനത്തെ പരീക്ഷിക്കാൻ മുന്നിലൂടെ പോകുന്ന ഒരാളെ ലക്ഷ്യമാക്കി അയാൾ വിളിച്ചു പറഞ്ഞു, "ഷാരോണിന് കുഴപ്പമൊന്നും ഉണ്ടാകില്ല ചേട്ടാ, ധൈര്യമായി പോകൂ." അതുകേട്ട് മുന്നിലൂടെ വേഗത്തിൽ പോയ ആ മധ്യവയസ്കൻ ഒരു നിമിഷം സ്തംഭിച്ചു. "നന്ദി സാർ, ഒരുപാട് നന്ദി." കൈകൾ കൂപ്പി വീണ്ടെടുത്ത വേഗത്തിൽ അയാൾ വിളിച്ചു പറഞ്ഞു,
തൻ്റെ അപകടം പറ്റിയ മകനെ കാണാൻ ധൃതിയിൽ പോകുന്ന പിതാവായിരുന്നു അയാൾ. പിന്നീടൊരിക്കൽ അയാൾ ഒരു വെളുത്ത വസ്ത്രധാരിയോട് വിളിച്ചു പറഞ്ഞു, ക്ഷമിക്കൂ, സാരമില്ല, ക്ഷമ സമാധാനം കൊണ്ടെത്തിക്കും. അയാളും സ്തബ്ധനായി. തൻ്റെ സഹോദരനുമായുള്ള വാക്കുതർക്കങ്ങളെ ചൊല്ലി മനോവിഷമത്തിലായിരുന്നു ആ വെളുത്ത വസ്ത്രധാരി. നോക്കൂ, നിങ്ങൾ മനസ്സിൽ പാടുന്ന ആ പാട്ട് എൻ്റെയും പ്രിയപ്പെട്ടത് തന്നെ. മറ്റൊരിക്കൽ അയാൾ ഒരു സന്തോഷവാനായ ചെറുപ്പക്കാരനോട് പറഞ്ഞു. അതെങ്ങനെ നിങ്ങൾ കേട്ടു? ഞാൻ മൂളുക പോലും ചെയ്തില്ലല്ലോ. ആ സന്തോഷവാനായ ചെറുപ്പക്കാരൻ അയാളോട് ചോദിച്ചു. അത് മാജിക്. സമയം കളയണ്ട, കാമുകി കാത്തിരിക്കുകയല്ലേ. അയാൾ സന്തോഷവാനെ യാത്രയാക്കി. അതിനുശേഷം ആൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ ആരും അയാളെ കണ്ടില്ല. വീട്ടിലിരുന്നാൽ പോലും ആളുകളെ കാണാമെങ്കിൽ പിന്നെന്തിന് പുറത്തേക്കിറങ്ങണം? അതിനുശേഷം ഗവേഷണങ്ങൾക്കിടയിൽ അയാൾ 3 പുസ്തകങ്ങൾ എഴുതി. ഞാൻ, എനിക്ക്, എൻ്റെ എന്നിങ്ങനെ 3 പേരുകളിലായിരുന്നു ആ പുസ്തകങ്ങൾ. താൻ കണ്ടു ശീലിച്ച ആളുകളുടെ മുഖഭാവങ്ങൾ ക്രോഡീകരിച്ചും തൻ്റെ ഗവേഷണങ്ങളുടെ അനുഭവം പങ്കുവച്ചും വളരെ വിശദമായി എഴുതിയ പുസ്തകങ്ങളായിരുന്നു അവ. 30,000-ത്തിലധികം വരുന്ന മനുഷ്യരുടെ ഉള്ളിലിരിപ്പ് വ്യക്തമാക്കുന്ന മുഖഭാവങ്ങൾ എങ്ങനെ കണ്ടെടുക്കാമെന്നതും ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലുണ്ടായിരുന്നു. പണ്ട് കഥയെഴുതാൻ ശ്രമിച്ചിരുന്ന സ്വതസിദ്ധമായ ശൈലിയിലായിരുന്നു അയാൾ പുസ്തകങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നത്. തൻ്റെ അനുഭവ സമ്പത്തിൻ്റെ മുഴുവനും ലോകത്തിന് സമർപ്പിക്കുന്നു എന്ന ഉദ്ദേശത്തിലായിരുന്നു അതിൻ്റെ ശീർഷകങ്ങൾ. അത് മുഴുവൻ വായിച്ച ഒരാൾക്ക് എതിരെയിരിക്കുന്ന ആളുടെ ചിന്തകൾ, കൗശലങ്ങൾ, ഉദ്ദേശ്യങ്ങൾ എന്നിവ എളുപ്പത്തിൽ വ്യക്തമാകുമായിരുന്നു. വളരെയധികം വിറ്റഴിഞ്ഞ ആ പുസ്തകം ചില രാജ്യങ്ങളിലെങ്കിലും കുറഞ്ഞ കാലം കൊണ്ടുതന്നെ നിരോധിച്ചു. സ്വന്തം പ്രജകൾക്കു മുമ്പിൽ തങ്ങൾ ആത്മാർത്ഥമായി പെരുമാറുന്നുണ്ടോ എന്ന ബോധ്യമില്ലാത്ത ഭരണാധികാരികളായിരുന്നു അതിനു പിന്നിൽ. ചില രാജ്യങ്ങളാകട്ടെ അത് പോലീസ് അക്കാദമിയുടെ പാഠപുസ്തകമായി പ്രസിദ്ധീകരിച്ചു. കളവു കണ്ടുപിടിക്കാനും കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും അവർക്കത് ഉപകരണമായി മാറി. മനുഷ്യബന്ധങ്ങൾക്കിടയിൽ അതുണ്ടാക്കിയ മാറ്റം ദൂരവ്യാപകമായിരുന്നു. പുതിയ ബന്ധങ്ങൾ രൂപം കൊള്ളാനും പഴയത് തകരാനും ആ പുസ്തകങ്ങൾ കാരണമായി. ലോകം തന്നെ 2 തട്ടിലായി എന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയില്ല. ആ പുസ്തകങ്ങളാൽ ഉപകാരപ്പെട്ടവരും ഉപദ്രവം നേരിട്ടവരും എന്ന 2 തട്ടുകളാണ് ഈ അതിശയോക്തിയെ മറികടക്കേണ്ടത്. എന്നാൽ ഗ്രന്ഥകർത്താവിനായിരുന്നു അതിനേക്കാൾ വലിയ പ്രശ്നം നേരിടേണ്ടി വന്നത്. പുസ്തകത്തിൻ്റെ പ്രസിദ്ധി നാടാകെ പരക്കുമ്പോൾ അദ്ദേഹത്തെ സമീപിച്ചവർ, പ്രത്യേകിച്ച് എരുമാട്ടിലെ കൗശലക്കാർ, അയാളെ മറ്റൊരു തരത്തിൽ നേരിട്ടു. ഒരിക്കൽ വഴിയിൽ കണ്ട ഒരാൾ അയാളോട് ചോദിച്ചു, ഞാൻ എങ്ങോട്ട് പോകുന്നു? അതുകേട്ട ഗ്രന്ഥകർത്താവ് അന്ധാളിച്ചു നിൽപ്പായി. ചോദ്യം മനസ്സിലാകാതെ അയാൾ മുകളിലേക്ക് കൈ ഉയർത്തി പറഞ്ഞു, ദൈവത്തിനെ അറിയൂ. മറ്റൊരിക്കൽ വേറൊരാൾ അയാളോട് ചോദിച്ചു, എനിക്ക് സുഖമാണോ? അറിയില്ല. ഒന്നും മനസ്സിലാവാതെ അയാൾ മറുപടി പറഞ്ഞു. വീട്ടിലെത്തി കുറച്ചുനേരം ആലോചിച്ചതിനു ശേഷം മാത്രമാണ് ആ സാത്വികന് അവരുടെ ചോദ്യങ്ങൾ മനസ്സിലായത്. തൻ്റെ പേര് അവർ മറന്നിരിക്കുന്നു. അല്ലെങ്കിൽ തൻ്റെ പുസ്തകങ്ങളുടെ പേരോടുകൂടി മാത്രമേ അഭിസംബോധന ചെയ്യുന്നുള്ളൂ. ഒരുതരം ഇരട്ടപ്പേര് പോലെ. അതാണെങ്കിലോ അവർക്ക് തോന്നുന്ന പോലെ ഞാനെന്നോ എനിക്കെന്നോ എൻ്റെ എന്നോ മാത്രം വിളിക്കുന്നു. സാരമില്ല, എല്ലാ മഹത്തരമായ സംഭവങ്ങൾക്കും അവശിഷ്ടമായി ചില തിരിച്ചടികൾ നേരിടേണ്ടി വരും. അത് ചരിത്രത്തിൻ്റെ അനിവാര്യമായ ഘടകം മാത്രം, അയാൾ സമാധാനിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അയാൾ ട്രെഡ്മില്ലിലൂടെ നടക്കുകയായിരുന്നു. അനന്തമായി നീളുന്ന ഒരു മാജിക്കുകാരൻ്റെ നാട പോലെ ആ യന്ത്രത്തിൽ കുരുങ്ങിയ വഴി കറങ്ങിക്കൊണ്ടിരുന്നു. നടന്നിട്ടും എങ്ങും എത്താത്ത വഴി തൻ്റെ പിഴച്ച ഗവേഷണങ്ങളെപ്പോലെയാണെന്ന് അയാൾക്ക് തോന്നി. ഇതിനോടകം അയാൾ മറ്റൊരു ഗവേഷണത്തിനും മുതിർന്നിരുന്നു. ലോകത്തെ ജീവജാലങ്ങളെക്കുറിച്ചുള്ള ആലോചനകളായിരുന്നു അതിനു പിന്നിൽ. ഇരകളും വേട്ടക്കാരുമായ ജീവജാലങ്ങളിലെ രൂപസാദൃശ്യം പഠനവിധേയമാക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. പുള്ളിമാനിലും പുള്ളിപ്പുലിക്കുമുള്ള പുള്ളികളിലും മീനിൻ്റെയും പൂച്ചയുടെയുമുള്ള കണ്ണിൻ്റെ രൂപസാദൃശ്യം, എലിക്കും പാമ്പിനുമുള്ള വാലറ്റങ്ങളുടെ അംഗപ്പൊരുത്തങ്ങളിലും തുടങ്ങി നിരവധി മൃഗങ്ങളെക്കുറിച്ച് അയാൾ പലവിധ ആലോചനകൾ ഇതിനോടകം നടത്തി. മനുഷ്യരൊഴികെ എല്ലാ ജീവികളിലും എല്ലാത്തരം ജീവികളുമുണ്ടെന്ന് അയാൾ തിട്ടപ്പെടുത്തി.
ഉദാഹരണത്തിന് മാനും സിംഹവും പുലിയും ആനയും കടലിലും പ്രത്യേകമായി ജീവിക്കുന്നുണ്ടെന്നും അതിനെ യഥാക്രമം മത്തി, സ്രാവ്, ഓർക്ക, തിമിംഗലം മുതലായ പേരുകളിൽ വിളിക്കാമെന്നും ഇതെല്ലാം പറക്കുന്ന പക്ഷികളിലും കാണാമെന്നും അവയെ പലയിനം കുരുവികൾ, പരുന്ത്, കഴുകൻ, ഒട്ടകപ്പക്ഷി എന്നിങ്ങനെ വെവ്വേറെ പേരുകളിൽ വിളിക്കുന്നത് വേറൊരു സാമാന്യ മര്യാദയുടെ പേരിലാണെന്നും ജീവജാലങ്ങളിലെ എല്ലാ വലിയ ജീവികളും ആന, ഒട്ടകപ്പക്ഷി, തിമിംഗലം മുതലായവ മറ്റുള്ളവയെ അപേക്ഷിച്ച് സമാധാനപ്രിയരാണെന്നും അയാൾ നിരീക്ഷിച്ചു. ഇത്തവണ മനുഷ്യരുടെ സമീപത്തേക്ക് പോലും അയാൾ നോക്കിയില്ല. മനുഷ്യജീവിതം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സമസ്യയാണെന്ന് ഇതിനോടകം അയാൾക്ക് ബോധ്യമായതാണ്. വർഷങ്ങളോളം നീണ്ടുനിന്ന തന്റെ ആൾക്കൂട്ട ഗവേഷണങ്ങൾക്കൊടുവിൽ മൃഗങ്ങളെക്കുറിച്ചുള്ള ഇത്തരം തൊലിപ്പുറ ഗവേഷണങ്ങൾ അയാൾ പുസ്തകമാക്കാൻ ചെയ്തതായിരുന്നില്ല. ഡാർവിനെയോ മറ്റോ വായിച്ച ഒരാൾക്ക് കരണക്കുറ്റി പുകയ്ക്കാനുള്ള വകുപ്പ് അതിലുണ്ട് താനും. സൗഹൃദ സദസ്സിലോ മറ്റോ ഇതേക്കുറിച്ച് സംസാരിക്കാനും നേരമ്പോക്ക് നടത്താനുമായിരുന്നു അയാളുടെ പദ്ധതി. പക്ഷേ മുന്നിലിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അത്തരം സദസ്സുകൾ വലിയ ചുമടായിട്ടാണ് അയാൾക്ക് അനുഭവപ്പെട്ടിരുന്നത്. അങ്ങനെയിരിക്കെ എങ്ങുമെത്താത്ത തടവറയിൽ കഴിയുന്ന ട്രെഡ്മിൽ വഴിയിലൂടെ അയാൾ ആരോഗ്യം വീണ്ടെടുക്കാൻ നടക്കുകയായിരുന്നു. വലിയ മുഷിപ്പുള്ള ജോലി തന്നെ. എങ്ങുമെത്താത്ത വഴി പോലെ മുഷിപ്പുള്ള മറ്റൊരു പ്രതിസന്ധിയുണ്ടോ? കുറെ കാലമായി തൻ്റെ ഗവേഷണങ്ങളിലെല്ലാം അനുഭവിച്ചത് ഇതുതന്നെയാണ്. അതുകൊണ്ട് ട്രെഡ്മില്ലിലൂടെ നടക്കുമ്പോഴെങ്കിലും മനസ്സുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അയാൾ കെട്ടിടത്തിന് വെളിയിലേക്ക് കടന്നു. ഒരു നിമിഷം ഇടത്തോട്ട് പോകണമോ വലത്തോട്ട് പോകണമോ എന്ന് സംശയിച്ചു. അവസാനം അയാൾ ഇടത്തോട്ട് സ്കൂൾ ജംഗ്ഷൻ റോഡിലൂടെ മലയടിവാരത്തിലേക്ക് വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴിയിലേക്ക് നടന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഉയരത്തിൽ ഒരു മേടാണ്. അതിറങ്ങുന്ന വഴിയിൽ പല വലിയ വീടുകൾ കാണാം. ഈ വഴിയരികിൽ കാണാനിടയുള്ള പരിചയക്കാരെ കാണാതിരിക്കാനും അവരെ ആരെയും ഓർക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് അയാളുടെ മനസ്സഞ്ചാരം. അല്പദൂരം ആ നടത്തം മുന്നേറിയപ്പോൾ അപ്രതീക്ഷിതമായി തൻ്റെ തൊട്ടു മുന്നിലെ കലുങ്കിലിരുന്ന് ഒരു പയ്യൻ നാരങ്ങാ മിഠായി നുണഞ്ഞിരിക്കുന്നത് അയാൾ കണ്ടു. സൂക്ഷിച്ചു നോക്കി. നല്ല മുഖപരിചയം. എവിടെയോ കണ്ടതുപോലെ. അവൻ്റെ മുഖഭാവത്തിലൂടെ അയാൾ ഉള്ളിലിരിപ്പിലേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച അയാളെ അസ്വസ്ഥനാക്കി. ഒരു നിമിഷം കൊണ്ട് അയാൾ ട്രെഡ്മില്ലിലേക്ക് മടങ്ങിയെത്തി വിയർപ്പ് തുടച്ചു. അയാൾ കണ്ട 15 വയസ്സോളം തോന്നിക്കുന്ന ആ പയ്യൻ ഞാൻ അഥവാ അയാൾ തന്നെയായിരുന്നു. എനിക്ക് അഥവാ അയാൾക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. കാലങ്ങൾക്ക് ശേഷം എൻ്റെ അഥവാ അയാളുടെ തന്നെ വെറുപ്പുള്ളൊരു നിമിഷത്തെ നേരിട്ട് നോക്കി നിൽക്കുന്ന പോലെയായിരുന്നു അത്. മറക്കാൻ ആഗ്രഹിക്കുന്ന കഴിഞ്ഞ കാലത്തെ നേരിൽ കണ്ടതുപോലൊരു അനുഭവം. ഞാൻ ട്രെഡ്മില്ലിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഒരിറക്ക് വെള്ളം കുടിച്ചു. ആ കാഴ്ചയെ ശമിപ്പിക്കാനെന്നോണം വലിയ ഭാരങ്ങളിൽ മല്ലിടുന്ന സഹജിമ്മന്മാരെ ഞാൻ നോക്കി. അവർ ഒരു പ്രത്യേക ആകാരവടിവിന് വേണ്ടി തങ്ങളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പം ആശ്വാസം തോന്നിയപ്പോൾ ഞാൻ ട്രെഡ്മില്ലിലേക്ക് വീണ്ടും കയറി. ഇത്തവണ മനോവിചാരങ്ങൾക്ക് പാടുപെട്ട് കടിഞ്ഞാണിടാൻ ശ്രമിച്ചുകൊണ്ട് മുന്നിൽ കാണുന്ന ജിമ്മിലെ ഉപകരണങ്ങളിലേക്ക് നോക്കി നടക്കാൻ ആരംഭിച്ചു. പക്ഷേ ഇത്തവണയും മനസ്സ് ഇറങ്ങി നടന്ന് ആ കലുങ്കിൻ്റെ മുന്നിൽ തന്നെ എത്തി. ഞാൻ അവിടെ ആ 15കാരനായ എന്നെ തന്നെ വീണ്ടും കണ്ടു. അവൻ്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ സാധിച്ചില്ല. ഒരുതരം വൈകൃതമായ ആനന്ദത്തോടെ അവൻ അല്പനേരം കൂടി സമയം കളയാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഒരു വേള അവൻ അവിടെ തന്നെ ഇരിക്കാതെ ആ നിമിഷം ഇറങ്ങി നടന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. കാലത്തെ ഉന്തിത്തള്ളി തിരിച്ചു കറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ തിരുത്താൻ സാധ്യതയുള്ള ഒരു നിമിഷമായിരുന്നു അത്. വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആ സംഭവം. ഞാൻ സെബിയുമ്മയുമായി ചന്തയിൽ നിന്ന് വരികയായിരുന്നു. നല്ല വെയിലും തണുത്ത കാറ്റും കാരണം ഞങ്ങളുടെ മുഖവും ചുണ്ടുകളും വരണ്ട് മുഷിഞ്ഞിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സാരിത്തലപ്പ് കൊണ്ട് തണുത്ത കാറ്റിനെ തടുക്കാൻ മുഖത്തേക്ക് നീക്കിയിട്ടുകൊണ്ടാണ് സെബിയുമ്മയുടെ നടത്തം. നിത്യേന കുടിക്കേണ്ട മരുന്നുകളും പരിചയക്കാരുടെ മേൽവിലാസവും ഫോൺ നമ്പറും കുറിച്ചെടുത്ത കൈപ്പത്തിയോളം വലിപ്പമുള്ള ചുവന്ന പുസ്തകവും കൊണ്ടു നടക്കുന്ന വെളുത്ത കവറിൽ തക്കാളിയും പയറും ഞങ്ങളോടൊപ്പം ചലിച്ചുകൊണ്ടിരുന്നു. സെബിയമ്മ നേരെ വീട്ടിലേക്ക് പോവുകയാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു.
2 ദിവസത്തേക്ക് മാത്രമായി ഞങ്ങളെയൊക്കെ കാണാൻ വീട്ടിലേക്ക് വന്നതായിരുന്നു സെബിയുമ്മ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സെബിയുമ്മ വരാറുണ്ട്. എൻ്റെ സ്കൂൾ അവധിക്കാലങ്ങളിൽ അപ്രതീക്ഷിതമായി ഒരുപാട് കഥകളുമായി വന്നെത്തുന്ന അവരെ എനിക്കൊരുപാട് ഇഷ്ടമാണ്. എന്നാൽ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ അങ്ങനെ ആയിരുന്നില്ല. അവരുടെ വരവ് വീട്ടിൽ അശാന്തമായൊരു അന്തരീക്ഷം അറിയാതെ രൂപപ്പെടുത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉപ്പയുടെ സ്വന്തം ഉമ്മയാണ് സെബിയുമ്മ. നന്നേ ചെറുപ്പത്തിൽ ഉപ്പയെയും അത്തയെയും ഉപേക്ഷിച്ച് അവർ വേറെ ഒരാളുമായി നാടുവിടുകയായിരുന്നു. കുറെ കാലം എവിടെയെന്നറിയാതിരുന്ന അവർ പിന്നീട് അതേ നാട്ടിൽ തന്നെ ഒറ്റയ്ക്ക് തിരിച്ചെത്തി. അപമാനം സഹിച്ചും സ്വന്തം മകനെ കണ്ട് ജീവിക്കുകയായിരുന്നിരിക്കണം അവരുടെ ലക്ഷ്യം. അപ്പോഴേക്കും അത്ത വേറൊരു വിവാഹം കഴിച്ചിരുന്നു. അത്തയുടെ ബന്ധുക്കൾക്കും പെങ്ങന്മാർക്കുമിടയിൽ വിട്ടുകൊടുക്കാൻ കഴിയാത്ത ശത്രുതയുമായി ഉമ്മയില്ലാത്ത കുട്ടി ഇതിനോടകം ഏറെക്കാലം ജീവിതത്തെ താണ്ടിയിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ സെബിയുമ്മയുടെ വീട്ടിലേക്കുള്ള വരവ് ഒരു നീണ്ട മാപ്പുപറച്ചിൽ പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. മൗനമായ അവരുടെ മാപ്പുപറച്ചിൽ 2-3 ദിവസത്തേക്ക് നീളുന്ന അവരുടെ അപമാനം സഹിച്ചുള്ള വീട്ടിലെ താമസമായിരിക്കും. ഉമ്മയില്ലാതെ വളർന്ന കുട്ടിക്കും ഉപേക്ഷിച്ചു പോയ ഉമ്മയ്ക്കുമിടയിൽ ഒരിക്കലും പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത അകൽച്ചകളെ കാലങ്ങൾ കൊണ്ട് നേർപ്പിക്കുന്ന അനുഭവമായിരിക്കാം അത്. ഒരുപക്ഷെ ജീവിതത്തിന്റെ വിചിത്ര സന്ദർഭങ്ങളെ നേരിടുന്ന 2 ജീവികളെ പോലെ അവർ ആ അനുഭവങ്ങളിൽ സ്വയം പാകപ്പെടുന്നതുമാവാം. അന്നേ ദിവസവും 2 ദിവസത്തെ താമസത്തിനു ശേഷം സെബിയുമ്മ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ജീപ്പ് കയറ്റി യാത്ര അയക്കാൻ കൂടെ ചെന്നതായിരുന്നു ഞാൻ. ചന്തയിൽ നിന്ന് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങി കവലയിലേക്ക് നടക്കുമ്പോൾ അവിചാരിതമായി കുഞ്ചു ഹാജി ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരുപക്ഷെ നേരത്തെ തന്നെ ഞങ്ങളെ കാത്ത് അയാൾ പതുങ്ങിയിരുന്നതുമാവാം. സെബിയാത്ത, അന്ന് ചോദിച്ച മരുന്ന് എൻ്റെ കയ്യിലുണ്ട്, കുഞ്ചു ഹാജി ഞങ്ങളെ കണ്ടതും പറഞ്ഞു. വീട്ടിലേക്ക് വരീൻ, ഞാൻ ഇപ്പോൾ തന്നെ എടുത്തു തരാം. വേണ്ട ഹാജിയാരെ, പിന്നെ ആവട്ടെ, സെബിയുമ്മ പറഞ്ഞു. മോനൊക്കെയുണ്ടല്ലോ, വരീൻ. ആർക്കേലും എടുത്തുകൊടുത്താ പിന്നെ കിട്ടാൻ പാടാവും, കുഞ്ചു ഹാജി നിർബന്ധിച്ചു. ഇതിനോടകം പലരുടെയും ദയയിലും ദാനത്തിലും ജീവിതം തള്ളി നീക്കുന്ന നിത്യരോഗിയായ ഒരു സ്ത്രീ അന്നേരം ആ സഹായം നിരാകരിച്ചത് എന്തിനെന്ന് എനിക്ക് മനസ്സിലായില്ല. കുഞ്ചു ഹാജിയാകട്ടെ നാട്ടിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരക്കെ ബഹുമാനിക്കപ്പെടുന്ന ആളുമാണ്. വരീം, അയാൾ ഒരിക്കൽ കൂടി നിർബന്ധിച്ചു. സെബിയുമ്മ ഒരു നിമിഷം എൻ്റെ മുഖത്തേക്ക് നോക്കി അയാളോട് ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി. ഞങ്ങൾ 2 പേരും അയാളുടെ പിറകെ നടന്നു. റോഡിനരികിലെ കട്ടക്കളത്തിന്റെ ഓരം പിടിച്ച് ഏകദേശം 10 മിനിറ്റ് നടന്നപ്പോൾ അയാളുടെ വീടെത്തി. ലോക്ക് കീ കൊണ്ട് തുറന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് വീട്ടിൽ ആരുമില്ലെന്നത് ഞങ്ങൾക്ക് മനസ്സിലായത്. അകത്തേക്ക് വരീം, അയാൾ നിർബന്ധിച്ചു. വേണ്ട, മരുന്ന് കിട്ടിയാൽ ഞങ്ങൾ പൊയ്ക്കോളാം, സെബിയുമ്മ പറഞ്ഞു. ഇതാപ്പോ നല്ല കഥ. ഇവിടെ വരെ വന്നിട്ട് വീട്ടിൽ കയറി ഒരു ചായ കുടിക്കാണ്ട് പോവേ. അയാൾ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുഗന്ധം ആ വീടിനുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ ചായ ഇട്ടിട്ട് വരാം, അയാൾ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ സോഫയിലേക്ക് ചൂണ്ടി പറഞ്ഞു. സെബിയുമ്മ ഇതിനോടകം എന്തെന്നില്ലാതെ വിയർത്തിരുന്നു. അല്ലോ, കഷ്ടമായി. അയാൾ അടുക്കളയിൽ നിന്ന് അല്പനേരത്തിനകം ഞങ്ങളിരിക്കുന്ന ഹാളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. പഞ്ചസാര തീർന്നു, ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് സാരമില്ല, സെബിയുമ്മ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. മരുന്ന് തന്നാ ഞങ്ങൾക്ക് പോകേനു. അതെന്ത് വർത്താനാ സെബിയാത്ത ഈ പറയണത്? അയാൾ ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. മോനൊരു കാര്യം ചെയ്യേ, മോനൊരു 1/2 കിലോ പഞ്ചാര വാങ്ങിയിട്ട് വാ. ബാക്കിക്ക് ഈ മുട്ടായിയും വാങ്ങിച്ചോ. എനിക്ക് ദുഃഖം തോന്നുന്നു. ഞാൻ ട്രെഡ്മില്ലിൽ നിന്നും വേഗമിറങ്ങി. അല്പനേരം കൂടി ജിമ്മിലുള്ളവരുടെ കസർത്തുകൾ നോക്കി. ജീവിക്കാനും രോഗങ്ങളെ തളർത്താനുമുള്ള ആവേശത്തോടെ ഞാൻ അതിലേക്ക് വീണ്ടും കയറണമെന്ന് കരുതി. പക്ഷേ കഴിയുന്നില്ല. ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്? പോകരുതെന്ന പോലെ സെബിയുമ്മ എൻ്റെ കൈകൾ അമർത്തി പിടിച്ചപ്പോഴും അത് വിടുവിച്ച് ഞാൻ പുറത്തേക്കിറങ്ങുകയായിരുന്നു. എനിക്കറിയാമായിരുന്നു അവിടെ എന്ത് സംഭവിക്കുമെന്ന്. ഞാൻ വളരെ പതുക്കെ കവലയിലേക്ക് പോയതും പഞ്ചസാര വാങ്ങാതെ മിഠായി മാത്രം വാങ്ങി നുണഞ്ഞുകൊണ്ട് വഴിയിൽ കണ്ട കൽക്കെട്ടിൽ മറ്റാരുടെയോ ചന്തിച്ചൂടിൽ അമർന്നിരുന്ന് ആസ്വദിച്ചതും എന്തിനായിരുന്നു? ഒരു പക്ഷേ അക്കാലത്തെ തുടങ്ങിയ എൻ്റെ വ്യർത്ഥമായ ഗവേഷണങ്ങൾക്ക് തുടർച്ച കണ്ടെത്താൻ വെറുതെ ഇരുന്നതാവാം.
ബസ്സുകളിലും ബസ് സ്റ്റാൻഡുകളിലും തിയേറ്ററുകളിലും കല്യാണ മണ്ഡപങ്ങളിലും മനുഷ്യർ ഉപേക്ഷിച്ചു പോയ ഇരിപ്പിടങ്ങളിൽ ഓർമ്മ പോലെ തങ്ങി നിൽക്കുന്ന അവരുടെ ചന്തിച്ചൂടുകളിൽ അമർന്നിരിക്കുമ്പോൾ ഇതുവരെ കാണാത്ത ആ മനുഷ്യരുടെ ആരുമറിയാത്ത രഹസ്യങ്ങൾ ഒരു വൈദ്യുതി കമ്പിയിലെന്ന പോലെ എന്നിലേക്ക് വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാവാം. പക്ഷേ സത്യം അതല്ല. അതെനിക്കറിയാം. എനിക്ക് എന്നെ തന്നെ പറ്റിക്കാൻ കഴിയില്ല. എനിക്കറിയാമായിരുന്നു അവിടെ എന്ത് സംഭവിക്കുമെന്നത്. എൻ്റെ മുഖത്ത് അത് ഞാൻ വ്യക്തമായി കണ്ടതാണ്. ഒരുപക്ഷെ കാലങ്ങളോളം തുടർച്ചയായി കിട്ടിയ ജനിതക വൈകൃതത്തിൻ്റെ ഒരു അംശം എൻ്റെ ഉള്ളിലും പ്രവർത്തിക്കുകയായിരുന്നു. ഒരു ഇരപിടിയന് ഇരയെ സൗകര്യപൂർവ്വം വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ആൺ പാരമ്പര്യത്തിൻ്റെ കർമ്മം മനഃപൂർവ്വം ആസ്വദിക്കുകയായിരുന്നു. കുഞ്ഞുനാളിലെ മകനെ ഉപേക്ഷിച്ചു പോയ ഒരു മോശപ്പെട്ട സ്ത്രീക്ക് മകന് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ശിക്ഷയിൽ ഞാൻ ഇടപെടുകയായിരുന്നു. ഇതിനോടകം എൻ്റെ അസ്വസ്ഥതയും ഭാവവ്യത്യാസവും ജിമ്മിലുള്ളവർ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചുവെന്ന ബലഹീനമായ ഉറപ്പിൻ്റെ പുറത്ത് മറ്റു മാർഗമില്ലാതെ വീണ്ടും ട്രെഡ്മില്ലിലേക്ക് കയറി. ഇക്കാലത്തിനിടയ്ക്ക് ഇത് ആദ്യമായിട്ടായിരുന്നു എനിക്ക് എന്നെ തന്നെ നേരിടേണ്ടി വരുന്നത്. തോറ്റുകൊടുക്കാൻ അനുവദിക്കാത്ത മനസ്സുമായി വീണ്ടും നടക്കാൻ തുടങ്ങുമ്പോഴും ഞാൻ എങ്ങനെ എന്നെ തന്നെ നേരിടുമെന്ന് എനിക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ആർജിച്ചെടുത്ത എല്ലാ ശക്തികളും എൻ്റെ ഉള്ളിൽ നിന്ന് ചോർന്നു പോകുന്നതുപോലെ നമ്മൾ നമ്മളോട് തന്നെ യുദ്ധം ചെയ്യുന്ന അവസ്ഥ ഭീകരവും വേദനാജനകവുമാണ്. ഇതിനെ നേരിടുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും നടന്നു തുടങ്ങി. മനസ്സിനെ തടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് ഇറങ്ങി നടക്കുമ്പോഴും കൽക്കെട്ടിലിരിക്കുന്ന എന്നെ അവഗണിച്ച് ഞാൻ എരുമാട്ടിലെ 3 കൂടിയ കവലയുടെ നടുക്കലേക്ക് ചെന്നു. എൻ്റെ പക്കൽ യുദ്ധക്കോപ്പായി അളവറ്റ എൻ്റെ ഭാവനാശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമായിരുന്നു ഇക്കാലങ്ങളിലെല്ലാം എനിക്ക് അഭയം തന്നിരുന്നത്. ഞാൻ കവലയുടെ ഒത്ത നടുക്ക് നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന പടുകൂറ്റൻ ഘോഷയാത്രയെ സങ്കല്പിച്ചു. പള്ളിപ്പെരുന്നാളുകാരും ഉത്സവ ഘോഷയാത്രക്കാരും നബിദിന റാലിക്കാരും 3 റോഡുകൾ വഴി കവലയിൽ ഒത്തുകൂടി. ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിലൂടെ എന്നിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ നടന്നു തുടങ്ങി. വാദ്യമേളങ്ങളും ബാൻഡ് സെറ്റുകളും ദഫ്മുട്ടുകളും ഘോഷയാത്രയിൽ ഇരമ്പി. അതിരാളൻ ക്ഷേത്രത്തിൽ നിന്നും മുള്ളുവക്കുറുവരും ഓണിമൂലയിൽ നിന്നും പണിയരും കൂടിയായപ്പോൾ എരുമാട് ഇതുവരെ കാണാത്ത വലിയ ജനാവലിയോടുള്ള ഘോഷയാത്ര ഞാൻ ഒറ്റയ്ക്ക് സങ്കല്പത്തിൽ കണ്ടു. മുത്തുക്കുടകൾ, താലമേന്തിയ സ്ത്രീകൾ, മെഴുകുതിരിയും കൊടിയും പിടിച്ച ഭക്തർ, കലിമയും സ്വലാത്തും ചൊല്ലുന്ന മനുഷ്യർ, വാദ്യമേളക്കാർ, ബാൻഡ് സെറ്റുകാർ, ടാബ്ലോക്കാർ, കൂത്തുകാർ, വോളണ്ടിയർമാർ, അരികിൽ കാവൽ നിൽക്കുന്ന പോലീസുകാർ, അക്ഷമരായി ചുറ്റി നടക്കുന്ന കമ്മിറ്റിക്കാർ തുടങ്ങി അനേകായിരം മനുഷ്യരെ മുൻനിർത്തി ഞാൻ എൻ്റെ കഴിഞ്ഞ കാലത്തെ നേരിട്ടു. കുറച്ചുനേരം ആശ്വാസം തോന്നിയെങ്കിലും അധികനേരം അത് നീണ്ടുനിന്നില്ല. ഘോഷമേളങ്ങൾക്കിടയിലൂടെ അപരിചിതരായ പല മുഖങ്ങളെ നോക്കി നടക്കുന്ന എൻ്റെ മുന്നിലേക്ക് അവൻ്റെ മുഖവും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ അപരിചിതരുടെ കഥകളിലേക്കും അവരുടെ മുഖഭാവങ്ങളിലേക്കും സസൂക്ഷ്മം ശ്രദ്ധിക്കാൻ ശ്രമിച്ചു. അനേകായിരം കഥകളിലും മനുഷ്യരിലും പെട്ടുപോകാൻ ശ്രമിച്ചിരുന്ന ആ പഴയ ഗവേഷകനെ പോലെ ഞാൻ പെരുമാറി. ഒരുപക്ഷെ സ്വയം നേരിടാൻ കഴിയാതെ മനുഷ്യർ ചെയ്യുന്ന അനേകം പ്രവൃത്തികളിൽ ഒന്ന് മാത്രമായിരിക്കണം ഇക്കാലത്തിനിടയ്ക്ക് ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം എന്നെനിക്ക് തോന്നി. ഞാൻ ആൾക്കൂട്ടത്തിലേക്ക് നോക്കി. മെഴുകുരുകി വീഴുന്ന കൈകളുമായി വെളുത്ത സമ്പന്നമായ സാരിയുടുത്തു നിൽക്കുന്ന സ്ത്രീകളിലേക്ക് എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മെഴുകിൻ്റെ തീ ആളലിനൊപ്പം അവരുടെ മുഖങ്ങൾ കണ്ട് ഞാൻ നടുങ്ങി. എല്ലാ മുഖങ്ങളും ഒരേപോലെ അവനെ മാത്രം പ്രതിഫലിക്കുന്ന കണ്ണാടിയായി തിളങ്ങുന്നു. ഞാൻ പിന്നിലേക്ക് ഭയന്നു വീണു. മുത്തുകുടകളും കുരിശു വരയ്ക്കുന്ന അച്ഛനും കുന്തിരിക്കം പുകയ്ക്കുന്ന അൾത്താര ബാലന്മാരും ഒരാൾ തന്നെ. ഞാൻ വാദ്യഘോഷമേളക്കാർക്കിടയിലേക്കും ദഫ്മുട്ടുകാരുടെ ഇടയിലേക്കും ഓടി. അവിടെയും അവൻ മാത്രം. എങ്ങും വേറെ ആരുമില്ല. 1000 മനുഷ്യരുടെ ഘോഷയാത്ര ഒരേയൊരു മുഖത്താൽ നിറഞ്ഞു നിൽക്കുന്നു. ടേബ്ലോകളിലെ ശിവനും പാർവതിയും ഞാൻ തന്നെ, വിഷ്ണുവും ലക്ഷ്മിയും ഞാൻ തന്നെ, ദഫുകാരും ചെണ്ടമേളക്കാരും ഞാൻ തന്നെ. എങ്ങ് തിരിഞ്ഞാലും ഞാൻ എന്നെ തന്നെ കാണുന്നു. എനിക്ക് എന്നിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഞാൻ എന്തു ചെയ്യും? കഴിഞ്ഞ കാലത്തെ ഒരു തെറ്റിന് ഞാൻ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യും? സെബിയുമ്മയോ കുഞ്ചുഹാജിയോ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവരോട് അലമുറയിട്ട് മാപ്പ് പറയാമായിരുന്നു. പക്ഷേ അവരാരും ഇന്നില്ല.
ഞാനും എൻ്റെ കഴിഞ്ഞ കാലവും നേർക്കുനേർ പോരടിക്കുന്നു. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇറങ്ങി ഓടണമെന്നുണ്ട്, അലിഞ്ഞില്ലാതായി തീരണമെന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല. സെബിയുമ്മയെ തിരികെ വിളിക്കാൻ പോയപ്പോഴും പഞ്ചസാര വാങ്ങിയില്ലേ എന്ന് ചോദിച്ചപ്പോഴും ബാക്കി കാശിന് കുഞ്ചു ഹാജി കൈ നീട്ടിയപ്പോഴും മൗനമായി ചിരിച്ച എന്നെ ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ നേരിടുകയാണ്. ഇക്കാലമത്രയും എനിക്ക് വെളിയിലുള്ള ജീവജാലങ്ങളെയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അവർക്കിടയിലില്ലാത്ത ഒരു മാതൃകയ്ക്ക് വേണ്ടി ഞാൻ അനേക കാലം വെറുതെ ചെലവഴിച്ചു. ലക്ഷ്യം പിഴയ്ക്കാത്ത മനുഷ്യരില്ലെന്നത് സത്യമാണ്. പക്ഷേ മറ്റുള്ളവരെ നോക്കി പാകപ്പെടും മുന്നേ സ്വയം നോക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ഇപ്പോൾ ഞാൻ തന്നെ നിർമ്മിച്ചെടുത്ത ഈ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. ഇത്ര കാലത്തെ ജീവിതം എനിക്കു നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഒരേ മുഖത്തോടെ, അതേ ഭാവത്തോടെ. ഏത് നിമിഷവും അവർ എൻ്റെ നേരെ കുതിക്കും. ഒരു നിമിഷത്തിൻ്റെ വേഗതയിൽ തിരികെ ട്രെഡ്മില്ലിലേക്കും അവിടെ നിന്ന് വീട്ടിലേക്കും തിരികെ പോകാൻ കഴിഞ്ഞെങ്കിലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കഴിയുന്നില്ല. ഒരു നുണയുടെ പുറത്ത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് കരുതി ഒഴിഞ്ഞു പോവാൻ ശ്രമിക്കാമായിരുന്നു. പക്ഷേ ഞാൻ എന്നെ തന്നെ നേരിടുമ്പോൾ അതിന് കഴിയുന്നില്ല. ഒരു കാലം മറ്റൊരു കാലത്തെ തടവറയിലാക്കിയതുപോലെ ഞാൻ അനങ്ങാൻ കഴിയാതെ നിൽക്കുകയാണ്. എൻ്റെ തന്നെ തടവറയിൽ ഞാൻ പെട്ടതുപോലെ. പക്ഷേ ഒരുപാട് കാലം നമ്മൾ മനഃപൂർവ്വം മറന്നുവച്ച ഇത്തരം സംഗതികളെല്ലാം നമുക്കെതിരെ വീണ്ടും പ്രവർത്തിക്കുന്ന കാലത്താണോ നമ്മൾ ട്രെഡ്മില്ലിലൂടെ നടക്കുക? ഈ അനേകായിരം മനുഷ്യരെ ഞാൻ എന്ത് വിളിക്കണം? ഞാനെന്നോ, എനിക്കെന്നോ, എൻ്റെ എന്നോ വിളിക്കാമോ? അവർ എനിക്ക് നേരെ കുതിക്കുകയാണോ? ആ ബലൂൺ വിൽപ്പനക്കാരനായ ഞാൻ എൻ്റെ നേരെ ഓടിവരികയാണോ? അയാൾക്ക് പിറകെ എല്ലാവരും അനങ്ങുകയാണോ? അവർക്കു മുന്നിൽ അയാൾ എന്തു ചെയ്യും? തലകൾ കൈകൊണ്ട് പൊതിഞ്ഞ് പാഞ്ഞെടുക്കുന്നവരെ നോക്കി അയാൾ ഭയത്തോടെ ഇരിക്കുകയാണിപ്പോൾ. ഇരമ്പി വരുന്ന ആൾക്കൂട്ടം ആരവത്തോടെ അയാൾക്കരികിലേക്ക് ഓടിയടുക്കുന്നു. എല്ലാം കെട്ടടങ്ങുമ്പോൾ അയാൾ ചിലപ്പോൾ ശാന്തസുന്ദരമായ ഒരു സമുദ്രതീരത്തിലായിരിക്കും. ചുറ്റിലും കടൽ തീരം മാത്രമുള്ള ലോകമായി അയാളുടെ ലോകം മാറിയേക്കും. വർഷങ്ങളോളം അനേകായിരം മനുഷ്യരെ നിത്യവും നേരിട്ട മനുഷ്യൻ സ്വയം നേരിടാൻ കഴിയാതെ എല്ലാത്തിൽ നിന്നും പിൻവാങ്ങിയേക്കും. അപ്പോഴും അയാളെ കണ്ടേക്കാവുന്ന എരുമാട്ടുകാർ പറയും, പാവം, നല്ല ആളേനും, പഠിപ്പ് കൂടി വട്ടായിപ്പോയി. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.